വയനാട് വണ്ടിക്കടവിലെ പ്രശ്നക്കാരനായ കടുവ ഏതായാലും കൂട്ടിലായി. ഒരു ചെറിയ സമാധാനം ഇതോടെ ആയിട്ടുണ്ട്. രാത്രി 1:30 കടുവ വനം വകുപ്പ് സ്ഥാപിച്ച ഈ കൂട്ടിൽ കുടുങ്ങിയത്. വേണ്ട ചികിത്സ കൊടുക്കും. ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ്. അപ്പം രാത്രി 1:30 കടുവ കൂട്ടിൽ പെട്ടത്. അപ്പോൾ തന്നെ ലൈവ് ക്യാമറയിൽ കാണുകയും അപ്പോൾ തന്നെ സ്റ്റാഫ് സ്ഥലത്തെത്തി പിന്നീട് അതിൻ്റെ ഫയൽ ചിത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് കടുവയാണ് ഈ WWL48 എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവയാണെന്നുള്ളത് മനസ്സിലാക്കിയത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിജയൻ, ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ ആശ്വാസം ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ആദിവാസി മൂപ്പനെ കടിച്ചു കൊന്ന കടുവയാണ് ഈ കൂട്ടിൽ അകപ്പെട്ടിട്ടുള്ളതെന്നാണല്ലോ സ്ഥിരീകരണമുള്ളത്. പക്ഷേ എന്നാലും പൂർണ്ണമായും ആശ്വാസമായോ എന്ന് ചോദിച്ചാൽ ഇനിയും ആ സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്നൊരു ആശങ്ക ജനങ്ങൾക്ക് കാണുമല്ലേ? എന്താണ് ഈ കടുവ ഇനി തുടർന്ന് നടപടികൾ? ആരോഗ്യം ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കുമോ തുടർ നടപടികളിലേക്ക് കടക്ക? വിശദ വിവരങ്ങൾ എന്ത്? രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ആശ്വാസം ആയോ എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് അത്ര ആശ്വാസമുള്ള കാര്യമല്ല. കാരണം ഇതിനെ പിടികൂടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ വനം വകുപ്പ് പുറത്തിറക്കിയ ഒരു റിലീസിൻ്റെ അകത്ത് പറയുന്ന അവസാനത്തെ പാരഗ്രാഫ് ഭയങ്കര നമ്മളെ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് പറയുന്നതാണ്. അതായത് ഈ കടുവകളുടെ പ്രജനന കാലമാണ്. അതുകൊണ്ട് കടുവകൾ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ വനമേഖല വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതുകൊണ്ട് കുറേ കൂടി ജാഗ്രത പാലിക്കണം. കന്നുകാലികളെ മേയ്ക്കാൻ കാട്ടിലേക്ക് വിടരുത്, വിറക് ശേഖരിക്കാൻ കാട്ടിലകത്തേക്ക് പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ വണ്ടിക്കടവ് ഭാഗങ്ങളിലെല്ലാം തന്നെ ആൾക്കാർ പറയുന്ന 3 കടുവയുണ്ട്, 3 കടുവകളുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന് അവർ പറഞ്ഞതായി നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ WWL48 എന്ന ഈ കടുവയെ പിടികൂടി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോഴും ഈ ജാഗ്രത പാലിക്കണം എന്ന കാര്യത്തിൽ വനം വകുപ്പ് വീണ്ടും ഇവരുടെ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ കടുവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനി ഇതിനെ കാട്ടിലേക്ക് തുറന്നു വിടാനാവില്ല എന്നാണ് വിദഗ്ധ സംഘം, പ്രത്യേകിച്ച് വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരിശോധിച്ചതിന് ശേഷം അറിയിച്ചിട്ടുള്ളത്. കാരണം ഇതിന് കുറച്ച് പ്രായക്കൂടുതലുണ്ട്, 14 വയസ്സുണ്ട്. നേരത്തെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി വളരെ കൃത്യമായി തന്നെ അവർ അറിയിക്കുന്നുണ്ട്. കാരണം 2018 മുതൽ ഈ വനമേഖലയിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കാലത്തേക്ക് അത് കാണാതായി. പിന്നീട് വീണ്ടും കടുവ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ അതിന് മറ്റ് വയ്യായികളോ ശേഷികൾ ഇര തേടാനുള്ള ശേഷിക്കുറവ് കൊണ്ടോ ആവാം നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് കുറേ കൂടി ജാഗ്രത പാലിക്കണം. ഇനിയും ഇത്തരത്തിൽ കടുവകൾ ഉണ്ടാകാം. പ്രജനന കാലമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പോട് കൂടിയാണ് വനംവകുപ്പ് റിലീസ് ക്ലോസ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഈ WWL48 പിടികൂടിയത് കൊണ്ട് വലിയ ആശ്വാസമുണ്ട്. ഇനി അതിനെ ആശുപത്രിയിൽ നിന്ന് മാറ്റി പരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ നിന്ന് നിരന്തരമായ പരിശോധനകളും മറ്റും നടത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ. എന്തായാലും ഇന്നത്തെ രാവിലെ നാട്ടുകാർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് നല്ല കാര്യം തോന്നുന്നു. തീർച്ചയായിട്ടും CK വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവെച്ച. നേരിയൊരു ആശ്വാസം നമുക്ക് എല്ലാവരുടെയും മുഖത്തു നിന്ന് നിങ്ങൾക്കും വ്യക്തമായിട്ടുണ്ടാവും. പക്ഷേ നാട്ടുകാരുടെ ഒരു പ്രശ്നം 3 കടുവകളുടെ കാൽപ്പാടുകൾ വേറെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതിൽ മറ്റുള്ളവയെ കൂടി പിടികൂടാതെ ഒരു ആശ്വാസം പൂർണ്ണമായും ഉണ്ടാവില്ല. ഏതായാലും അവർക്ക് ആശ്വാസം പൂർണ്ണമായും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.